കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത് 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ആരംഭിച്ചു. തിരുവനന്തപുരം തമ്പാനൂരിൽ പണിമുടക്ക് അനുകൂലികൾ കടകൾ അടപ്പിക്കുന്നുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷം, നിലവിൽ തലസ്ഥാനത്ത് തമ്പാനൂരിൽ നിലവിൽ കടകമ്പോളങ്ങളൊക്കെ തന്നെ അടയ്ക്കുകയാണ്. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പ്രവർത്തകരും എത്തിയാണ് തമ്പാനൂരിൽ വിവിധ സ്ഥാപനങ്ങൾ അടയ്ക്കുന്നത്. ഒപ്പം തന്നെ KSRTC തമ്പാനൂർ KSRTCയിലെ സർവീസുകളൊക്കെ തന്നെ നിർത്തിവെച്ചുകൊണ്ട് KSRTCയിലെ ജീവനക്കാരും ഈ പണിമുടക്കിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ രീതിയിൽ ശക്തമായ ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നു. രാത്രി 12 മണിക്ക് തന്നെ അതിന് നേതൃത്വം നൽകി തന്നെ കടകമ്പോളങ്ങൾ, ഒപ്പം തന്നെ അത്തരത്തിലുള്ള പണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലായിരിക്കുമോ പണിമുടക്ക്? അല്ല, സാധാരണ ജനങ്ങളെ ബാധിക്കേണ്ട പ്രശ്നമില്ലല്ലോ. മാർച്ച് മാസം 18-ന് ദില്ലിയിലെ കൊൽക്കത്ത സ്റ്റേഡിയത്തിൽ രാജ്യത്തെ ദേശീയ ട്രേഡ് യൂണിയനുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇത്തരമൊരു പണിമുടക്ക് പ്രഖ്യാപിച്ചത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 9 വളരെ നേരത്തെ ചുമരെടുത്തും വ്യാപകമായ പ്രചരണവും നടത്തി ഈ നാട്ടിലെ ബഹുജനങ്ങൾക്കും തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ സമരം. ഇന്ത്യയിലെ തൊഴിലാളികൾ പൊരുതി നേടിയ തൊഴിലവകാശ സമസ്ത മേഖലയും ബാധിക്കുമോ? രാജ്യത്തെ എല്ലാ മേഖലയും ബാധിക്കും. പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം, പാല്, കുടിവെള്ളം, പത്രം, ആശുപത്രി, അത്യാവശ്യ സർവീസുകൾ ഇവയൊക്കെ ഒഴിവാക്കി തന്നെയാണ് വളരെ ജനാധിപത്യപരമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന് പറഞ്ഞ് പൊതുമേഖലയിൽ ഇപ്പോൾ ഡേസനോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTC അടക്കമുള്ള സെക്രട്ടേറിയറ്റ് ജീവനക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ജീവനക്കാരൊക്കെ പങ്കെടുക്കുമോ? ഇത് സർക്കാർ സ്പോൺസേഡ് സമരമല്ല. തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഈ പണിമുടക്ക് സമരം. ആരുടെയെങ്കിലും ഒരു ഡൈസ്നോണോ അതിൻ്റെ മറപിടിച്ചുള്ള ഉമ്മാക്കിയുടെ മുന്നിലൊന്നും മുട്ടുമുടക്കുന്നതല്ല ഇന്ത്യയിലെയും കേരളത്തിലെയും തൊഴിലാളി വർഗ പ്രസ്ഥാനം. ഇതിനേക്കാൾ കരുത്തന്മാരും ഇതിനേക്കാൾ ധീരന്മാരെന്ന് അഭിനയിച്ച ഭീരുക്കളെയുമെല്ലാം മുട്ടുമടക്കിച്ച ഉജ്ജ്വലമായ തൊഴിലാളി സമരത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഉള്ളതാണ് കേരളത്തിലെ തൊഴിലാളി സമരം. അത് പുന്നപ്ര വയലാർ മുതൽ ഇങ്ങോട്ട് ഈ തിരുവിതാംകൂറിലെ തിരുവനന്തപുരത്തുനിന്ന് CPA ഓടിച്ച സമരം വരെയുള്ള ഉജ്ജ്വലമായ പ്രക്ഷോഭം തിരുവിതാംകൂറിലെയും തിരുവനന്തപുരത്തെയും കേരളത്തിലെയും തൊഴിലാളികളുടെ സമരത്തിൻ്റെ കരുത്താണ്. ആ കരുത്തുള്ള പ്രസ്ഥാനം തന്നെയാണ് ഈ സമരം നടത്തിയത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ്, ജനങ്ങൾക്കെതിരായിട്ടല്ല. പക്ഷേ ഏതെങ്കിലും മൂരാച്ചികളായ ഭരണാധികാരികളുടെ തിട്ടൂരത്തിന് മുന്നിൽ ഈ സമരം മുട്ടുമടക്കി പോകുന്ന പ്രശ്നമേ ഇല്ല. ഉന്മേഷ്, ആ രീതിയിൽ തന്നെ ശക്തമായ പണിമുടക്ക് നടപടികൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പണിമുടക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങിയെന്നാണ് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇപ്പോൾ അറിയിക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ ഈ 12 മണി കഴിഞ്ഞ സമയത്ത് തന്നെ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട കടകമ്പോളങ്ങൾ, തുറന്നു പ്രവർത്തിക്കുന്ന കടകമ്പോളങ്ങൾ അടച്ചുകൊണ്ട് തന്നെ പണിമുടക്കിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. നേരത്തെ ഡേസനോൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇത് സംബന്ധിച്ച് KSRTC ജീവനക്കാർ ഇതിന് ഭാഗമാകില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ KSRTC ഈ സമരത്തിന്റെ ഭാഗമാകൂ എന്ന് പൊതുജനങ്ങളൊക്കെ തന്നെ നോക്കി കാണുന്ന കാര്യമാണ്. KSRTC ഈ സമരത്തിന്റെ ഭാഗമാകില്ല എന്നതിൽ ട്രാൻസ്പോർട്ട് മന്ത്രി അടക്കം പ്രതികരണം നടത്തി. KSRTC എങ്ങനെ സമരത്തിന്റെ ഭാഗമാകും? 100% KSRTC തൊഴിലാളികൾ ഈ പണിമുടക്കിന്റെ ഭാഗമായി മാറും. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി നടത്തിയൊരു പ്രസ്താവന ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാതെ അദ്ദേഹം നടത്തിയതായിരിക്കാം. സാധാരണഗതിയിലുള്ളൊരു പണിമുടക്ക് പൊതുപണിമുടക്കാവുമ്പോഴത്തേക്കും പണിമുടക്ക് ലേബർ കമ്മീഷണർക്കും ബന്ധപ്പെട്ട തൊഴിലുടമയ്ക്കും നൽകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനപ്പുറം ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻഡസ്ട്രിയിലെ അവിടുത്തെ വിഷയം മാത്രമായ എടുത്തൊരു പണിമുടക്ക് നോട്ടീസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഗതാഗത മന്ത്രിക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും കൂടി നമ്മൾ നോട്ടീസ് കൊടുക്കും. ആ ഒരു ധാരണയിൽ അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടാത്തതിൻ്റെ പേരിലായിരിക്കാം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. പക്ഷേ നിയമപ്രകാരം ID ആക്ട് 22 ഉപവകുപ്പ് 1 പ്രകാരം ഡ്യൂ നോട്ടീസ് തൊഴിലുടമ എന്ന നിലയിൽ KSRTCയുടെ മാനേജിംഗ് ഡയറക്ടർ കൊടുത്തു. അതുകൊണ്ട് തൊഴിലാളികളെല്ലാവരും ഈ പണിമുടക്കിൻ്റെ ഭാഗമായി മാറും. എന്നാലും തൊഴിലാളികളെല്ലാവരും ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നാണ് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിക്കുന്നത്. സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം മന്ത്രി ഒരുപക്ഷെ ഈ സംബന്ധിച്ച കത്ത് കൈപ്പറ്റി വിവരം അറിയാതെ പോയത് എന്നടക്കം. എന്നാൽ തലസ്ഥാന നഗരിൽ പണിമുടക്കിന്റെ ഭാഗമായി കടകമ്പോളങ്ങളൊക്കെ തന്നെ അടപ്പിച്ചു തുടങ്ങുകയാണ്. ശരി, ദേശീയ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തമ്പാനൂരിൽ കടകളൊക്കെ അടയ്ക്കുകയാണ്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.